ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യവും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ NSS നടത്തിയിരിക്കുന്ന ഒരു സമ്മർദ്ദം എന്നുള്ളത്, ഈ പ്രതികരണം എന്നുള്ളത് അടുത്ത സർക്കാർ ആര് വരികയാണെങ്കിലും അവരുടെ മേലുള്ളൊരു സമ്മർദ്ദമായിട്ട് വേണമെങ്കിൽ അതിനെ കാണേണ്ടി വരും. NSS നടത്തുന്ന പ്രതികരണങ്ങളെ. അതിപ്പോൾ UDF വരികയാണെങ്കിലും ഞങ്ങൾ നിശ്ചയിക്കുന്നവർ വരേണ്ടതുണ്ട് എന്ന തരത്തിൽ അവരുടെ ഒരു എന്താ പറയുക, ശക്തി തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. അതായത് പലതരത്തിൽ പ്രതികരിക്കുന്നുണ്ടല്ലോ. കാരണം കോൺഗ്രസ്സുകാർ കള്ളന്മാരാണ് എന്ന് പറയുന്നു, ഇപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെ വിശ്വാസമാണ് എന്ന് പറയുന്നു, അതേസമയം രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു നിലപാടല്ല എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഞങ്ങളിവിടെ വളരെ സ്വാധീനമുള്ളൊരു സംവിധാനമായിട്ട് നിൽക്കുന്നു, ഞങ്ങൾ പറയുന്ന നിലപാടിനൊപ്പം നിന്നാൽ ഞങ്ങളുടെ വോട്ടുണ്ടാകും എന്നൊരു സന്ദേശം സുകുമാരൻ നായർ നൽകുന്നുണ്ട്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് 2001 മുതൽക്ക് തന്നെ ഈ വോട്ടിംഗ് ഷിഫ്റ്റ് നോക്കുമ്പോൾ വളരെ ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു. അത് നീണ്ടുപോയി. ഈഴവ വോട്ടുകൾ വലിയ തോതിൽ തന്നെ 2016 പോയിട്ടുണ്ട്, 2021 പോയിട്ടുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ ഈഴവ വോട്ടുകൾ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2024 നന്നായി പോയി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആദ്യം ഇന്ന് MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണമാണല്ലോ. MV ഗോവിന്ദൻ ഇന്ന് ആത്മവിശ്വാസത്തോടെ കൂടി പറയുമ്പോൾ ഇപ്പോൾ 9.5 വർഷമായി നിൽക്കുമ്പോൾ തുടർ ഭരണത്തിൽ ഈ പറയുന്ന വികസനം, ക്ഷേമം, ആരോഗ്യ മേഖലയിൽ നേട്ടം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മറ്റത് പറയുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആദ്യം തന്നെ പറയുകയാണ് സാമുദായിക നേതാക്കളുടെ പിന്തുണ നൽകുന്ന ആത്മവിശ്വാസം. അത് തന്നെയാണ് ഈ പറയുന്ന ഐഡിയോളജിയിൽ വന്നിരിക്കുന്ന മാറ്റം. അതായത് ഭരണമാണ് ഏറ്റവും പ്രധാനം. 2026 ഇടതുപക്ഷത്തെ സംബന്ധിച്ചായാലും UDF-നെ സംബന്ധിച്ചാലും വളരെ പ്രധാനമാണ്. കാരണം വേറെ എവിടെയും ഭരണമില്ല. LDF-നെ സംബന്ധിച്ച് ഈ ഭരണം നിലനിർത്തിയില്ല എങ്കിൽ, തുടർ ഭരണം ഉണ്ടായിട്ടില്ലെങ്കിൽ എവിടെയും ഇല്ലാതെ തുടച്ചു നീക്കപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ഐഡിയോളജി അല്പം മാറ്റി വെച്ചാലും കുഴപ്പമില്ല, നേരത്തെ കിട്ടിയിരുന്ന വോട്ടുകൾ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഈഴവ വോട്ടുകൾ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഈഴവ നായർ വോട്ടുകൾ ഇത്തരത്തിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എപ്പോഴും UDF ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഞാൻ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഈഴവ വോട്ടുകൾ പോയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം ശബരിമല വിഷയത്തിൽ അന്ന് എടുത്തിരുന്ന പുരോഗമന കാഴ്ചപ്പാട് അത് ഗുണം ചെയ്തില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കാണുകയാണ്. അതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് വീടുകൾ തോറും നേതാക്കൾ തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നടത്തുന്ന പ്രതികരണം അത് തിരുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കൃത്യമായ സന്ദേശം. അത് സുകുമാരൻ നായർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, വാചകമായിട്ട് പറയുന്നില്ലെങ്കിലും, പിന്നീട് VN വാസവൻ അത് പറയുന്നില്ല എങ്കിലും. അപ്പോൾ ഈ തരത്തിൽ സമുദായ നേതാക്കളുടെ പിന്തുണ നേടിക്കഴിഞ്ഞാൽ സമുദായത്തിൻ്റെ വോട്ട് വീഴും എന്നുള്ള ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം എന്നുള്ളത് അത് ഉറപ്പാണ്, നമ്മൾ പറയുകയല്ല, അവരുടെ ആത്മവിശ്വാസം എന്നാണ് പറയുന്നത്. അവർ ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ കാണുന്നതാണ് അതിനുശേഷം NSS-ൽ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി എന്ന രൂപത്തിൽ ഈ പറയുന്ന ഈ പ്രതിനിധി സഭയിലെ 300 പേർ, 300 പേരുടെ പിന്തുണയാണ് പ്രധാനം. ആ 300 പേരുടെ പിന്തുണ സുകുമാരൻ നായർക്കുണ്ട് എന്ന് പറയുമ്പോൾ സംഘടന അദ്ദേഹത്തിനൊപ്പമാണെന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സമുദായത്തിലെ വോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന സമരം ചെയ്യുന്നവർ കൂടി ചേർന്നാണല്ലോ. ഇപ്പോൾ ഇന്നത്തെ കൂടി ചേർത്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രതിഷേധങ്ങളുടെ എണ്ണം 21-22 ഒക്കെ ആയിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് പ്രതിഷേധങ്ങൾ വരുന്നു. ആ പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ ഒരു തരത്തിലൊരു കാവിഛായ കാണുന്നുണ്ട് ഞാൻ. അതൊരു BJP-യുടെ അടുത്ത് നിൽക്കുന്നത്. കാരണം NSS-ലേക്ക് ഈ തരത്തിൽ BJP നന്നായി കടന്നു കയറിയിട്ടുണ്ട്, പലയിടത്തും കടന്നു കയറിയതുപോലെ തന്നെ. അപ്പോൾ ആ തരത്തിൽ അതും UDF-ന് നേട്ടമാകുന്നില്ല. മനസ്സിലാക്കുന്നത് UDF ഇപ്പോൾ പറഞ്ഞ PJ കുര്യൻ പോയി ജനറൽ സെക്രട്ടറിയെ കണ്ടു, തിരുവഞ്ചൂർ കണ്ടു, പിന്നെ ആരാണ് കൊടിക്കുന്നിൽ പോയി കണ്ടു. പക്ഷേ അവരൊന്നുമല്ല എന്നോട് സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രബലരായ നേതാക്കൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സുകുമാരൻ നായർ പറഞ്ഞത് അത് സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്ന്. അപ്പോൾ അതല്ല, ഹൈക്കമാൻഡ് തന്നെ പോയേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപക്ഷെ KC വേണുഗോപാൽ പോയേക്കാം സുകുമാരൻ നായരെ കാണാൻ എന്ന് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി, നമ്മൾ തന്നെ മുമ്പ് വാർത്ത കൊടുത്തിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധി ഒരുപക്ഷെ എത്തിയേക്കാം, അതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഇവിടെ ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, അതുപോലെ നായർ വോട്ട്, അതാണ് UDF-ന് എല്ലാ കാലത്തും ഒപ്പം ഉണ്ടായിരുന്ന വോട്ട്. അതിൽ ആണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ് എന്ന് വിളിച്ചു പറയലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊരു ക്ഷീണം തന്നെയാണ്. അത് ഈ കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതികൾ, ഈ പറഞ്ഞ NSS പെരുന്നയുമായി തുടർച്ചയായി ഒരു ബന്ധം സ്ഥാപിക്കലും പോയി കാണലും ഒക്കെ ഉണ്ടായിരുന്ന കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു വിടവ്, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ വിടവ് ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്ത് ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ VN വാസവൻ വഴി CPM നടത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പ്രായോഗിക തലത്തിൽ പറയാം. ഇപ്പോഴത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ നടപടികൾ എന്നാണ് അതിനെ അവർ വിശദീകരിക്കുന്നത്. ആ വർത്തമാന രാഷ്ട്രീയത്തിൽ അവർക്ക് നേരത്തെ പറയുന്ന മാറ്റം, നവോത്ഥാനം എന്നുള്ളത് ആചാരങ്ങൾ ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് നടന്നിട്ടുള്ളത് എന്ന പിണറായി വിജയൻ്റെ തന്നെ മുൻവാക്കുകൾ മറക്കാം. മുൻപ് അമൃതാനന്ദമയിക്കെതിരെ നടത്തിയ പ്രതികരണങ്ങൾ, ആൾദൈവങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന പൊതുവായ നിലപാട്, അതുമായി ബന്ധപ്പെട്ട് അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ ഒരു അന്തേവാസിയായിരുന്ന വിദേശിയെ പോയി അഭിമുഖം ചെയ്ത ജോൺ
ബ്രിട്ടാസ് തന്നെ അവരുടെ അഭിമുഖം എടുത്ത് നടത്തിയ പ്രതികരണങ്ങൾ കൈരളിയിൽ തന്നെ വന്നിട്ടുള്ളതാണ് പ്രതികരണമൊക്കെ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ആൾദൈവങ്ങളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? മന്ത്രി സജി ചെറിയാൻ പോയി അമൃതാനന്ദമതിയെ ചുംബിക്കുന്നതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് തന്നെ നിലപാട് മാറ്റം, വലിയൊരു ഷിഫ്റ്റ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവരെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആൾദൈവത്തിൽ വിശ്വസിക്കുന്ന, അമൃതാനന്ദമതിയിൽ വിശ്വസിക്കുന്ന ഭക്തർ മുഴുവൻ വോട്ടായി ഇപ്പോൾ CPM പോകുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പുറത്ത് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ മുഴുവൻ നായർ വോട്ടുകളും വരും. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പോലും ജാതി പറയും എന്ന് പറയുകയാണ്. ആ ജാതി പറയും എന്ന് പറയുന്ന വെള്ളാപ്പള്ളി അനിഷേധ്യനായ നേതാവാണ് എന്നാണ് ഇന്ന് VN വാസവൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർഗീയവാദിയെ ഞങ്ങൾ കൊണ്ടു നടക്കും. ആ വർഗീയവാദിയെ ഇന്ന് ഗവർണറും പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും പുകഴ്ത്തലുണ്ട്, ഇവിടെ നിന്നും പുകഴ്ത്തലുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ വെള്ളാപ്പള്ളിയുമായി ചേർന്ന് തന്നെ നിൽക്കും എന്നുള്ളതാണ് സന്ദേശം. അപ്പുറത്ത് നോക്കൂ, ഈ മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് പോകാൻ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് പോയപ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ കാണാറുള്ളതാണല്ലോ. ഇപ്പോൾ എന്ത് മുസ്ലിം ന്യൂനപക്ഷം എന്നതിനെ ചേർത്ത് ഒരു വർഗീയം ചേർത്ത് പറയും. ആ രൂപത്തിൽ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനെ ഒരു ഘട്ടത്തിൽ വിമർശിച്ച് ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള സംഘടനകളെ ചേർത്ത് എപ്പോഴും ഈ UDF-നെ പറയും. മുസ്ലിം ലീഗിനെയും ആ രൂപത്തിൽ പറയുന്നുണ്ട്, വർഗീയ പാർട്ടിയാണെന്ന് ചില സമയത്ത് പറയും, ചില സമയത്ത് അല്ല എന്ന് പറയും. അപ്പോൾ ആ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ആ രൂപത്തിൽ അകറ്റി നിർത്തുന്നു. അത് കൃത്യമായും ഇവിടുത്തെ വോട്ടർമാർ മനസ്സിലാക്കുന്നുണ്ട്. ഈ പറയുന്ന പലസ്തീൻ വിഷയത്തിലൊക്കെ നേരത്തെ തന്നെ CPM-ന് കൃത്യമായ നിലപാടുണ്ടായിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പരിപാടികൾ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ സമസ്തയെ അടക്കം ക്ഷണിച്ചുകൊണ്ടുള്ള വലിയ പരിപാടി. പക്ഷേ ഇന്ന് പേരിന് പരിപാടികൾ നടത്തുന്നു, അതും മലബാറിൽ നടത്തുമ്പോൾ അത് പാർട്ടി പരിപാടി അല്ലെങ്കിൽ മുന്നണിയുടെ പരിപാടി മാത്രമായിട്ടാണ് നടത്തുന്നത്. അതിൽ പറയുന്ന സമസ്തയ്ക്കൊന്നും ക്ഷണമില്ല, വേണമെങ്കിൽ വരാം, അത്രയേ ഉള്ളൂ. ആ രൂപത്തിലേക്ക് അത് മാറുന്നു എന്നുള്ളത് ഒരു ഷിഫ്റ്റാണ്. ഇനി UDF-നെ വെച്ച് നോക്കൂ. UDF-ന്റെ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ UDF-ന്റെ ആത്മവിശ്വാസം? ഈ പറയുന്ന ഭരണപരമായ ഒരുപാട് വീഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് പോലും ഒരു പ്രധാനപ്പെട്ട ഗൗരവത്തിലുള്ള വിഷയം VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പറയുക, അതിനുശേഷം ഒരുപക്ഷെ സഭയിലൊന്ന് പറയുക, അതിലപ്പുറം ഒരു സമരമോ പ്രക്ഷോഭമോ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വെടിവെച്ച് കൊല്ലുമെന്ന് BJP വക്താവ് പറയുന്ന ആ വിഷയം ഗൗരവത്തിൽ സഭയിൽ ഉന്നയിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള പ്രതിഷേധമൊക്കെ നമുക്ക് കാണാം. അവിടെ മന്ത്രി P. രാജീവ് പരിഹസിച്ചോർക്കുന്നുണ്ടല്ലോ, സമരങ്ങൾ കണ്ടത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ ദിവസങ്ങൾ ഡേറ്റ് അടക്കം പറയുന്നുണ്ട്. അപ്പോൾ അത്ര പോലും അവനവൻ്റെ നേതാവിനെതിരെ പറയുമ്പോൾ അപ്പോൾ ഇറങ്ങണം എന്നുള്ള തോന്നൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ആ തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഐക്യമുണ്ടോ എന്ന ചോദ്യം, ഒരു സംശയം, ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. ലീഗിന് അതിൽ എടുക്കുന്ന നിലപാടും പ്രധാനമാകും. കാരണം ഭരണം ഈ 9.5 വർഷം കഴിഞ്ഞ് ഇനി അടുത്ത തവണയും UDF അല്ല ഭരണത്തിലെങ്കിൽ ലീഗും ഒരുപക്ഷെ ഇപ്പോഴത്തെ നിലപാടിൽ നിൽക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഇതുള്ളത്, കാരണം ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്നവരെ ലീഗ് പിന്തുണയ്ക്കുമോ? ലീഗ് എല്ലാ കാലത്തും അതിനെ ശക്തമായി എതിർത്തിട്ടുള്ളതാണ്. പക്ഷേ ഭരിക്കാൻ കഴിയാതെ എല്ലാ കാലവും പ്രതിപക്ഷത്ത് നിൽക്കുക എന്നുള്ള എത്രത്തോളം സാധ്യമാണ്? ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ആരൊക്കെ വരുമെന്നുള്ളതും പ്രധാനമാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ഇതൊക്കെ തന്നെയാണോ നിർണ്ണയിക്കുക? ജനങ്ങളെ സംബന്ധിച്ച് നല്ല ഭരണമാണോ എന്നുള്ളതാണ് വിലയിരുത്തുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള, അതായത് ഈ 9.5 വർഷം കൂട്ടാത്ത പ്രകടന പത്രികയിലുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ വർധന നടപ്പാക്കാൻ പോകുന്നു. പിന്നെ കുടിശ്ശിക കൊടുക്കാൻ പോകുന്നു. ഇതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ തരത്തിൽ ക്ഷേമ പദ്ധതികൾ, അതായത് മുൻപ് പ്രഖ്യാപിച്ച് നടപ്പാക്കാത്ത എല്ലാം അവസാന സമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതാണ് ഒരു തന്ത്രം. ആ തന്ത്രം വിജയിക്കുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഏതായാലും ആത്മവിശ്വാസത്തിനൊന്നും കുറവില്ല. ആത്മവിശ്വാസം വിജയിക്കുമെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ് നമ്മൾ കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം MV ഗോവിന്ദൻ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ, ഭംഗിയായി തോറ്റു. അപ്പോൾ ഇപ്പോൾ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം. അപ്പോൾ പറയും, പ്രതികരണമൊക്കെ അതങ്ങനെ ഉണ്ടാകും. Meet the editors.